الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا تناجيتم فلا تتناجوا بالإثم والعدوان ومعصية الرسول وتناجوا بالبر والتقوى واتقوا الله الذي إليه تحشرون إنما النجوى من الشيطان ليحزن الذين آمنوا وليس بضارهم شيئا إلا بإذن الله وعلى الله فليتوكل المؤمنون يا أيها الذين آمنوا إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير صدق الله العلي العظيم. ഓക്കെ, ആ 3 ആയത്ത് മതി. 9, 10, 11 ആയത്തുകൾ. അതിന്റെ അർത്ഥം നോക്കിക്കോളൂ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചവരെ, ഇദാ തനാജയ്തും, ഇനി നിങ്ങൾ രഹസ്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ. ചിലപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രഹസ്യ സംഭാഷണം അനുവദനീയമായിട്ട് വരുന്ന ചില ഘട്ടങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അത് നല്ലതിനായിട്ടുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടാകാം. അപ്പോ അങ്ങനെ നിങ്ങൾക്ക് രഹസ്യ സംഭാഷണം നടത്തേണ്ടി വന്നാൽ ഫലാ തതനാജൗ, നിങ്ങൾ ഒരിക്കലും അത്തരം സംഭാഷണങ്ങൾ നടത്തരുത്. ബിൽ ഇസ്മി വൽ ഉദ്വാൻ. ഇസ്മ നമ്മൾ പഠിച്ചു, എന്താ? പാപം. ഇസ്മല്ല, ഇസ്മ പേര് സീനാവുമ്പോ, സാ ആകുമ്പോ, ഇസ്മ ആകുമ്പോ അതിനർത്ഥം പാപം. അതിന്റെ ജമ്മ എന്താ? ഇസ്മിന്റെ ജമ്മ ആസാമ്, പാപങ്ങൾ എന്നർത്ഥം. അപ്പോ നിങ്ങള് രഹസ്യ സംഭാഷണം നടത്തരുത് ബിൽ ഇസ്മി, പാപം കൊണ്ട്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യാനായിട്ട്, എന്തെങ്കിലും പാപങ്ങൾ ചെയ്യാനായിട്ട്, ഉദാഹരണത്തിന് കള്ളു കുടിക്കുക, അല്ലെങ്കിൽ ചീട്ട് കളിക്കുക, അതല്ലെങ്കിൽ പരസ്പരം കൂടിയിരുന്നിട്ട് ഗീബത്ത് പറയാം, അങ്ങനെയുണ്ടല്ലോ. ചിലപ്പോ നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി തുടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരിക്കും, പക്ഷെ പിന്നെ അതില് മൊത്തം എന്തായിരിക്കും? മറ്റുള്ളവരുടെ കുറ്റങ്ങളാണ്. അത്തരം പാപങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും രഹസ്യ സംഭാഷണം നടത്തരുത്. വൽ ഉദ്വാൻ, അതുപോലെ അതിക്രമം, മറ്റുള്ളവരുടെ അതിക്രമം പ്രവർത്തിക്കുക, ഗൂഢാലോചന നടത്തിയിട്ട്, അല്ലെ, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി, അവരോട് ദുൽമ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തുക. അതിനും നിങ്ങൾ ഈ രഹസ്യ സംഭാഷണം ഉപയോഗിക്കരുത്. മഅ്സിയത്തി റസൂൽ, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കാനും, എന്ന് പറഞ്ഞാൽ അള്ളാനെ ഇഫക്റ്റീവ്ലി അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും രഹസ്യ ഭാഷണം നടത്തരുത്. വതനാജൗ, എന്നാൽ നിങ്ങൾ രഹസ്യ സംഭാഷണം നടത്തിക്കോളൂ. ബിൽ ബിർരി വത്തഖ്വ, എന്തിനു വേണ്ടി? ബിർറ്, പുണ്യത്തിന് വേണ്ടി. ഇസ്മിന്റെ ഓപ്പോസിറ്റ് ആണ് ബിർറ്, അല്ലെ? ഇസ്മ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇസ്മ എന്താ? പാപം. ബിർറ് എന്ന് പറഞ്ഞാല് പുണ്യം. വത്തഖ്വ, അതുപോലെ തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ, സൂക്ഷ്മതയുടെ കാര്യം. ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ? രഹസ്യ സംഭാഷണം നടത്തിക്കോളൂ. അപ്പൊ നേരത്തെ പറഞ്ഞത് പൂർണ്ണമായിട്ടും രഹസ്യ സംഭാഷണം നിരോധിച്ചതായിരുന്നു. പക്ഷെ ഇവിടെ ആ രഹസ്യ സംഭാഷണം അള്ളാഹു അനുവദിക്കുകയാണ്. അപ്പൊ ഒരു ഘട്ടത്തിൽ അതായത് നമുക്ക് അനുവദനീയമായ കാര്യം തന്നെ ചിലപ്പോ എന്ത് ചെയ്യും? അള്ളാഹു നിഷിദ്ധമാക്കും. അപ്പൊ രഹസ്യ സംഭാഷണം നിഷിദ്ധമാക്കിയ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുനാഫിക്കുകളുടെ ഒക്കെ അത്തരം രഹസ്യ സംഭാഷണങ്ങൾ കൂടിയപ്പോ, ഒരുപാട് അതിങ്ങനെ വല്ലാതെ ആയപ്പോ, ആ സന്ദർഭത്തിൽ അള്ളാഹു അത് നിരോധിച്ചിരുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് തടഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ നടത്തിക്കൊള്ളപ്പെടുന്നത്. അതുപോലെ ഇപ്പൊ ഖബർ സന്ദർശനം ആദ്യകാലത്ത് അള്ളാഹു വിരോധിച്ചിരുന്നു. ഖബറുകൾ സന്ദർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. കാരണം എന്താ? ആളുകള് ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ഉടനെ ആയതുകൊണ്ട് പെട്ടെന്ന് ഖബർ സന്ദർശനം പൂർണ്ണമായിട്ട് ഇസ്ലാമിൽ അനുവദനീയമാക്കി ആ ഖബറിൽ പോയിട്ട് എന്ത് ചെയ്യും? ഖബറിൽ കിടക്കുന്ന ആളുകളോട് പ്രാർത്ഥിച്ചു കളയും. അല്ലെങ്കിൽ ആ ഖബറിൽ കിടക്കുന്ന ആളുകളുടെ വിഗ്രഹം ഉണ്ടാക്കി അവിടെ ഒരു മഅബദ്, ഒരു ക്ഷേത്രം പോലെ ഒരു ആരാധനാലയം ഒക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ പൂജിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇസ്ലാം വന്ന ഉടനെ ആദ്യമായിട്ട് അതൊക്കെ നിരോധിച്ചിരുന്നു. പക്ഷെ പിന്നെ
നഹൈതുക്കും അൻ സിയാറത്തുൽ ഖുബൂർ, ഖബർ സന്ദർശിക്കാൻ നിങ്ങൾക്ക് ഞാൻ നിരോധിച്ചിരുന്നു. പക്ഷെ അൽ ആന ഫസൂറുഹ, ഇപ്പൊ നിങ്ങൾ സന്ദർശിച്ചോളൂ. ഫൈനഹാ തുദക്കിറുക്കുമുൽ മൗത്ത്, കാരണം അത് നിങ്ങളെ മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറയുന്നത്. അതുപോലെ ഈ രഹസ്യ സംഭാഷണം പൂർണ്ണമായി വിലക്കിയ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പറയണം, നിങ്ങൾ പൂർണ്ണമായിട്ട് അത് വിലക്കിയിട്ടില്ല, മറിച്ച് നിങ്ങൾ അത്തരം സംഗതികൾ ചെയ്തോളൂ. പക്ഷെ അപ്പൊ ചെയ്യുമ്പോ സൂക്ഷിക്കേണ്ടത് എന്താ? പാപം, ശത്രുത, അതിക്രമം, റസൂലിനെ ധിക്കരിക്കുക, ഇതിനൊന്നും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും രഹസ്യ സംഭാഷണം നടത്തരുത്. മറിച്ച് നിങ്ങൾ സംഭാഷണം നടത്തണ്ടെങ്കിൽ അത് പരസ്പരം പുണ്യം നടത്താം. അപ്പൊ ഉദാഹരണത്തിന് ഒരു നന്മ ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക, എന്നിട്ട് ആ കൂട്ടത്തിലിരുന്ന് അത് ചർച്ച ചെയ്യാം, അല്ലെ? ഒരു പള്ളി ഉണ്ടാക്കുക, ഒരു മദ്രസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഒരു ചാരിറ്റി പ്രവർത്തനം നടത്താം, ജനസേവന പ്രവർത്തനം നടത്താം, ഇസ്ലാമിക പ്രവർത്തനം നടത്താം. അതിനൊക്കെ വേണ്ടി നിങ്ങൾ രഹസ്യമായ സംഭാഷണങ്ങൾ നടത്തിക്കൊള്ളൂ. തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന കാര്യത്തില് നമസ്കാരത്തെ കുറിച്ച് പറയാൻ, നോമ്പിനെ കുറിച്ച് പറയാൻ, അത്തരം പ്രഭാഷണങ്ങൾ കേൾക്കാനും പഠിക്കാനും, ഖുർആൻ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പും അതിനു വേണ്ടിയിട്ടുള്ള ആലോചന, ഇതൊക്കെ നടത്തിക്കൊള്ളൂ എന്നാണ്. വത്തഖുല്ലാഹ്, നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യണം? അന്തിമമായിട്ട് ഏത് വിഷയത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖ്വ കാണിക്കണം. അല്ലദീ ഇലൈഹി തുഹ്ശറൂൻ, അല്ലദീ ഇലൈഹി തുഹ്ശറൂൻ, വത്തഖുല്ലാഹ അല്ലദീ, എങ്ങനെയുള്ള അള്ളാഹുവാണ്? ഇലൈഹി തുഹ്ശറൂൻ, അവനിലേക്കാണ് നിങ്ങൾ കൂട്ടപ്പെടുന്നത്. ഹഷറ, മഹ്ശർ, മഹ്ശർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലം. മഹ്ശർ, ഹഷറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി എന്നർത്ഥം. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അള്ളാഹുവിനെ, ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചോളൂ. ആ പറയുന്നതിന്റെ മീനിങ് എന്താ? നിങ്ങൾ ഏതെങ്കിലും ഒരു അള്ളാഹുവിനെ അല്ല സൂക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ അള്ളാഹു, നിങ്ങൾ അവസാനം മടങ്ങിപ്പോകാൻ പോകുന്ന അള്ളാഹു ഉണ്ടല്ലോ, അവന്റെ പ്രത്യേകത എന്താ? അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ കഴിവുള്ളവനാണ്. ഒരുമിച്ച് കൂട്ടും എന്നതിന്റെ അർത്ഥം നിങ്ങൾ വെറുതെ എന്നാ പിന്നെ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കണ്ടുകളയാന്നുള്ള ഒരു ഒരുമിച്ച് കൂട്ടലല്ല അത്. പിന്നെയോ അവിടെ വെച്ച് നിങ്ങളെ വിചാരണ നടത്തുന്നു, നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് കൃത്യമായ റെക്കോർഡ് വെളിവാക്കുന്നുണ്ട്. സറാഹിർ, അല്ലെ? പിന്നെ നിങ്ങൾക്ക് ഗ്രന്ഥം നൽകപ്പെടുന്നുണ്ട്, കർമ്മപുസ്തകം നൽകപ്പെടുന്ന ഒരു അവസരം വരാനുണ്ട്, ഒരു ഹിസാബ് നടത്തുന്ന ഒരു രംഗം വരാനുണ്ട്, എന്നിട്ട് ഒരു സിറാത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു രംഗം വരാനുണ്ട്, അല്ലെ? അതൊക്കെ അങ്ങനെയുള്ള ഒരു അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കൂ, ഏത് കാര്യം പറഞ്ഞാലും മിക്കവാറും അള്ളാഹു അതിനോടൊക്കെ തഖ്വ ചേർത്ത് വെക്കുന്നത് കാണാൻ പറ്റും. ഈ വിഷയത്തിൽ മാത്രമല്ല, ഭക്ഷണ കാര്യം പറഞ്ഞു കൊടുത്ത്, നിഷിദ്ധമായ ഭക്ഷണം പറഞ്ഞു കൊടുത്ത് അവിടെ അള്ളാഹിനെ സൂക്ഷിക്കാൻ പറഞ്ഞു. യുദ്ധം പറഞ്ഞു കൊടുത്ത് അള്ളാഹിനെ സൂക്ഷിക്കാൻ പറഞ്ഞു. ആളുകളെ പരിഹസിക്കുന്നത് പറഞ്ഞു കൊടുത്ത് അള്ളാഹിനെ സൂക്ഷിക്കാൻ പറഞ്ഞു. നോമ്പിനെ പറഞ്ഞു കൊടുത്ത് അള്ളാഹിനെ സൂക്ഷിക്കാൻ പറഞ്ഞു. നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു. ഹജ്ജിലെ ഏറ്റവും വലിയ ഭക്ഷണം നിങ്ങൾ കരുതേണ്ട ഭക്ഷണ പൊതി, ഏറ്റവും വലിയ പൊതി എന്താ? അത് തഖ്വയാണ്. ഫൈന ഖൈറസ്സാദി തഖ്വ. അപ്പൊ എന്റെ അർത്ഥം എന്താ? അന്തിമമായിട്ട് എല്ലാ വിഷയങ്ങളിലും ഒരേ ഒരു ചിന്തയാണ് നിങ്ങളെ നയിക്കേണ്ടത്. അതെന്താ? നമ്മൾ എന്ത് ചെയ്താലും അത് കാണുന്ന, കേൾക്കുന്ന ഒരു നാഥനുണ്ട്. ഒരു ട്രാഫിക്കിൽ, ഒരു വണ്ടിയിൽ നമ്മളിങ്ങനെ പോകുമ്പോ പോലീസിനെ കാണുമ്പോൾ നമ്മൾ സ്പീഡ് കുറക്കും, റഡാർ കാണുമ്പോൾ നമ്മൾ സ്പീഡ് കുറക്കുമല്ല. 80 കിലോമീറ്റർ വെച്ചിട്ടുള്ള റോഡില് 120 ഇങ്ങനെ കുതിച്ചു പോയപ്പോ അതാ റഡാർ ഉണ്ടെന്ന് മറ്റേ ഫോൺ ഇങ്ങനെ പറയുമ്പോ നമ്മള് എത്ര തക്കു വേണം നമുക്ക്, അല്ലെ? നല്ല തക്കു വേണം. അപ്പൊ അതാണ് തക്കുവ, ശരിക്കും അതാണ് തക്കുവ, അല്ലെ? അപ്പുറത്ത് പോലീസ്, ട്രാഫിക് പോലീസ് ഒക്കെ ഉണ്ട്. അപ്പം വണ്ടി നമ്മൾ എന്ത് ചെയ്യും? നല്ല സ്പീഡ് കുറച്ച് മര്യാദ കുട്ടന്മാരായിട്ട് നമ്മളെല്ലാവരും പോലെ. അതാണ് തക്കുവ. ഇത് റോഡിൽ പാലിക്കുന്ന ഒരു തക്കുവയാണെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെ കുറച്ച് തക്കുവ ഉണ്ട്. ഒരു റഡാർ നമ്മുടെ മുമ്പിലുണ്ട്, ഒരു ക്യാമറ, ഒരു CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് നമ്മൾ എന്ന ബോധം നമുക്ക് സദാ ആവശ്യമുണ്ട്. അത് ഒറ്റക്കാവുമ്പോഴും കൂട്ടാവുമ്പോഴും രണ്ടാളാകുമ്പോഴും മൂന്നാളാകുമ്പോഴും ഒക്കെ ആ ഒരു ബോധം വേണം. എന്നിട്ട് പറയുന്നത് ഇന്നമൻ നജ്വ മിനശ് ശൈത്വാൻ, ഇന്നമൻ നജ്വ, തീർച്ചയായും രഹസ്യ സംഭാഷണം. ഈ ഇത്തരം സംഭാഷണങ്ങള് അത് ആരിൽ നിന്നാണ്? മിനശ് ശൈത്വാൻ, പിശാചിൽ നിന്നാണ്. അതായത് പലപ്പോഴും ഈ രഹസ്യ സംഭാഷണങ്ങളുടെ തുടക്കം, അല്ലെങ്കിൽ അതിന്റെ പിന്നിലെ പ്രചോദനം, അതിന്റെ പിന്നിലെ അത് ഡ്രൈവ് ചെയ്യുന്നത് ആരാണ്? പിശാചാണ്. പിശാചാണ് അത് നിങ്ങളെ തോന്നിപ്പിക്കുന്നത്. എന്തിനാണ്? ലിയർജുനല്ലദീന ആമനു, സത്യവിശ്വാസികളെ
ഈ കാര്യങ്ങള് ഈ രഹസ്യ സംഭാഷണത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത് പിശാചാണ്. പക്ഷെ വലൈസ ബിളാരിഹിം ഷൈഅ, ആ പിശാച് ഒരിക്കലും സത്യവിശ്വാസികൾക്ക് ഒരു ദ്രോഹം വരുത്തില്ല, ലുറുണ്ടാക്കൂല. ലാറ് എന്ന് പറഞ്ഞാൽ അതാണ്, അവരെ ഉപദ്രവിക്കുകയില്ല. ശരിക്കും ലാറ് എന്ന് പറഞ്ഞ അർത്ഥം ദ്രോഹം വരുത്തുന്നവൻ എന്നാണ് അർത്ഥം. ദ്രോഹം വരുത്തുക എന്നുള്ളതിന് ലറ യദുറു അല്ലെങ്കിൽ അലറ യുളിറു, മനസ്സിലായി? അലറ യുളിറു എന്നാണ് ദ്രോഹം വരുത്തുക. പക്ഷെ ലാറ് എന്ന് പറഞ്ഞാൽ അർത്ഥം അത് ഇസ്മു ഫായിലാണ്. ഇസ്മു ഫായിൽ എന്ന് പറഞ്ഞാല് ദ്രോഹം വരുത്തുന്നവൻ. അപ്പൊ വലൈസ ബിളാരിഹിം ഷൈഅൻ, അവർ ഒരിക്കലും ആ ഇസ്മു ഫായിൽ അവിടെ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള മീനിങ്ങിൽ വരുന്ന വ്യത്യാസം എന്താന്ന് വെച്ചാല് ഒരു നിലക്കും പിശാചിന് അവരെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. അതാണ് അർത്ഥം. വലൈസ ബിളാരിഹിം ഷൈഅൻ, അവർക്ക് സത്യവിശ്വാസികൾക്ക് യാതൊരു ദ്രോഹം വരുത്താനും ആർക്ക് സാധിക്കില്ല? പിശാചിന് സാധിക്കില്ല. ഇല്ലാ ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുവാദം ഇല്ലാതെ. ഇതിനെന്ന് പറഞ്ഞാല് അനുവാദം, അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ഈ പിശാചിന് നിങ്ങളെ ഒരു നിലക്കും ഉപദ്രവിക്കാൻ സാധിക്കില്ല. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ അള്ളാഹുവിങ്കലാണ് സകലം വരമേൽപ്പിക്കുക. ശരിക്കും പറയേണ്ടത് എങ്ങനെയായിരുന്നു? ഫല്യതവക്കലിൽ മുഅ്മിനൂന അലല്ലാഹ്, അല്ലെ? അതുകൊണ്ട് സത്യവിശ്വാസികൾ അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊള്ളട്ടെ എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ അലല്ലാഹി എന്നുള്ളത് മുൻകടത്തി മുഖദ്ദിമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അള്ളാഹുവിൽ മാത്രമേ വരമേൽപ്പിക്കാവൂ, വേറെ ആരോടും നിങ്ങളുടെ കാര്യം ഏൽപ്പിച്ചു കൊടുക്കണ്ട. അതായത് ഈ പറയണെന്താന്ന് വെച്ചാല് ഇങ്ങനത്തെ നെജുവ, ഈ ആളുകൾ ഇങ്ങനെ പരസ്പരം കുശുകുശുക്കുന്നതും രഹസ്യ സംഭാഷണം നടത്തുന്നതും ഒക്കെ സത്യവിശ്വാസികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അവരിങ്ങനെ പ്രത്യേകിച്ച് മദീനയിലെ ഒരു സംഗതി പറയുന്നത്, ഇത് പോയി റെക്കോർഡ് പോയി, anyway ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്തിട്ട് അപ്പം ഇടയ്ക്ക് വെച്ചത് ബ്ലോക്കായി പോയിട്ടുണ്ട്. അപ്പൊ അത് പിന്നീട് നമുക്ക് നോക്കാം. അപ്പൊ ഈ നെജുവ എന്ന് പറയുന്ന ഈ രഹസ്യ സംഭാഷണം എന്ന് പറയുന്ന സംഗതി സത്യവിശ്വാസികളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു. അവർക്കത് പ്രയാസകരമായി മാറിയിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാല് അത് മദീനയിൽ ഒരു ഘട്ടത്തില് ഇത് തന്നെയാണ്. അതായത് പലപ്പോഴും ആളുകൾ വന്ന് ഇങ്ങനെ കുശുകുശിത്തിട്ട് ആളുകൾക്കിടയിൽ സംശയവും പരസ്പരമുള്ള വെറുപ്പും പരസ്പരമുള്ള വിദ്വേഷവും ഒക്കെ വല്ലാതെ പടർന്നു. അപ്പോ ആളുകൾക്ക് വല്ലാതെ വേദന തോന്നി. കാരണം ഈ ഇതിന്റെ പിന്നിൽ ആരാന്ന് പറയുന്നത് പിശാചാണ്. ഏത് ഇങ്ങനെ ഒരുപാട് കുശുകുശുപ്പ് ഉണ്ടാകുന്നതിന്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനമായിട്ട് വർത്തിച്ചത് പിശാചാണ്. പക്ഷെ ആ പിശാചിനെ നിങ്ങൾ വല്ലാതെ പേടിക്കേണ്ടെന്നാണ് അള്ളാഹ് പറയണം. അവന് നിങ്ങളെ ഒരു ഉപദ്രവവും ചെയ്യാൻ പറ്റൂല അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടെന്നാണ് അള്ളാഹു പറഞ്ഞതിന്റെ അർത്ഥം. ഇത് നമുക്കും കൂടെ ബാധകമാണ്. അതായത് സമൂഹത്തിൽ ഇങ്ങനെ നമുക്കെതിരെ CAA വരുന്നു, നമുക്കെതിരെ NRC വരുന്നു, നമുക്കെതിരെ നമ്മുടെ ബാബരി മസ്ജിദ് തകർത്തെടുത്തു, ഇപ്പൊ ഇതാ ഒരു സംഘടനയെ നിരോധിച്ചു, ഇനി അടുത്തൊരു സംഘടനയെ വേറെ നിരോധിച്ചു, അത് കഴിഞ്ഞ് നമ്മളിലേക്ക് എത്തും. ഇതൊക്കെ കൂടി ആലോചിച്ചിട്ട് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങനെയൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ അള്ളാഹു വിചാരിച്ചാൽ മാത്രമേ നിങ്ങളെ ഉപദ്രവിക്കാൻ സാധിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഇങ്ങനെ ഒരുപാട് ഗൂഢാലോചനയും രഹസ്യ സംഭാഷണങ്ങളൊക്കെ നടത്തും. നമ്മൾ അള്ളാഹുവിൽ വരമേൽപ്പിച്ച കാര്യങ്ങൾ അള്ളാഹിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ മുന്നോട്ട് വരും. നമുക്കൊരുപാട്, ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരുപാട് പരിപാടിയുണ്ട്, നമുക്കൊരുപാട് ദൗത്യമുണ്ട് ഈ ഭൂമിയിൽ. അള്ളാഹിന്റെ മാർഗത്തിൽ ജീവിക്കുക, അത് പ്രചരിപ്പിക്കുക, അതിൽ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുക, അത് നമ്മുടെ അയൽപക്കത്തും സമൂഹത്തിലൊക്കെ പ്രചരിപ്പിക്കുക. ഇങ്ങനെ ഒരുപാട് പണി ചെയ്യേണ്ട നമ്മള് ഈ മറ്റൊരെന്താ ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് നമ്മളിങ്ങനെ ബേജാറ്. എല്ലാ ദിവസവും വാർത്ത കണ്ട് നമ്മളിങ്ങനെ ഞെട്ടി, ഇപ്പൊ ഇതാ എല്ലാം കൂടി ഇങ്ങനെ വരുന്നു, ഫാഷിസം ഇങ്ങനെ പിടിമുറുക്കും. ഇതിന്റെ അർത്ഥം നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടതില്ല എന്നോ അല്ലെങ്കിൽ അതിനെതിരെ നമ്മൾ മറ്റൊന്നും പ്ലാൻ ചെയ്യേണ്ടതില്ല എന്നൊന്നും അല്ലേ പറയണത്. അതൊക്കെ വേണം, നമ്മൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകണം, അതിനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം. പക്ഷെ അതൊരു സത്യവിശ്വാസിയുടെ മനസ്സിൽ പേടി, ദുഃഖം, എന്നിട്ടൊരു നിരാശ, പൂർണ്ണമായിട്ടും നമ്മള് ഒരു എന്താ പറയാ സ്വയം തന്നെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും പോകരുത്. മറിച്ച് നമ്മൾ അള്ളാഹുവിൽ വരമേൽപ്പിക്കണം. അള്ളാഹ് വിചാരിച്ചാലേ എന്തെങ്കിലും നമുക്ക് ദ്രോഹം വരുത്താൻ ആർക്കെങ്കിലും സാധിക്കുള്ളൂ, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ എപ്പോഴും നമ്മുടെ നമസ്കാരത്തിന്റെ ഓരോ പ്രാർത്ഥനയിലും നമ്മൾ അതല്ലേ പറയുന്നത്, നീ വിചാരിച്ച ഒരു കാര്യം ഒരുപാട്
ഐശ്വര്യം ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് അവന്റെ ഐശ്വര്യമൊന്നും നിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവന്റെ ഐശ്വര്യം സഹായിക്കൂല. ഭരണാധികാരോ പണമോ പ്രശസ്തിയോ പവറോ ഇതൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതൊന്നും അവരെ അന്തിമമായിട്ട് അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷിക്കൂല. യുസീബന ഇല്ലാമ കതബല്ലാഹുലന, താങ്കൾ പറയണം ഇല്ലാമ കതബല്ലാഹുലന, അള്ളാഹു നമുക്ക് എന്താണോ വിധിച്ചത് അതേ നമുക്ക് വരൂ. അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ച് ബേജാറായിട്ട് നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മൾ ദുഃഖിച്ച് അങ്ങനെ നമ്മളെ തന്നെ നശിപ്പിച്ച് കളയേണ്ട ഒരു അവസ്ഥയും ഇല്ല. അള്ളാഹുവിൽ വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൽ മാത്രം വരമേൽപ്പിക്കുക, എല്ലാ കാര്യങ്ങളും അവനോട് പറയുക, അവനോട് ചോദിക്കുക, അവൻ നമ്മുടെ കാര്യത്തിൽ ഇടപെടുക. അല്ലെ, അങ്ങനെയല്ല ഉണ്ടാവുക. അല്ലെങ്കിൽ തന്നെ നമ്മൾ നോക്കിയ എത്രയോ കാര്യങ്ങളിൽ നമ്മൾ അള്ളാഹു ഇടപെട്ടിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത്. അല്ലെ, ഇപ്പൊ നമ്മൾ ഈ ഇങ്ങോട്ട് വരുന്ന ഫ്ലൈറ്റ് തന്നെ ആലോചിച്ച് നോക്കൂ. ആ ഫ്ലൈറ്റിന്റെ ശരിക്കുള്ള അതിന്റെ ഡിഫോൾട്ട് അവസ്ഥ എന്താ? ആ ഫ്ലൈറ്റ് താഴണമെന്നല്ലേ? ഡിഫോൾട്ട് അവസ്ഥ എന്താ? ആ ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങിക്കാന്നല്ലോ. ഡിഫോൾട്ടായിട്ട് താഴണമെന്നുള്ളൂ. പക്ഷെ അതിങ്ങനെ പൊങ്ങി നിൽക്കുന്നത് അതിന്റെ ഡിഫോൾട്ട് അവസ്ഥയല്ല, അതൊരു പ്രത്യേക കഴിവുകൊണ്ടാണ്. ഓഫ് കോഴ്സ് അതിന് ടെക്നോളജി ഉണ്ട്, അതിന്റെ ഒക്കെ ഉണ്ട്. പക്ഷെ അന്തിമമായിട്ട് അതിനെ വായുവിൽ പിടിച്ചു നിർത്തുന്ന അള്ളാഹുവാണ്. അള്ള സംവിധാനിച്ച പ്രപഞ്ചം, അതിന്റെ ഓക്സിജൻ, അതിന്റെ അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ, സമ്മർദ്ദം, അതുകൊണ്ടാണ് അതിങ്ങനെ പോണത്. നമ്മൾ ഓടിക്കുന്ന വണ്ടി അതേ സമയത്തും വേണമെങ്കിൽ ബ്രേക്ക് ഡൗൺ ആകാം, ഏത് സമയത്തും കത്തി നശിച്ചു പോകാം. ഈ അടുത്ത് 2 ആഴ്ച മുമ്പ് വക്രയിൽ ഒരാള് വണ്ടി ഇങ്ങനെ നിർത്തി സിഗ്നലിലേക്കുമ്പോ ബാക്കിൽ വന്ന ഒരാൾ ഇടിച്ചു. ആ വണ്ടി അങ്ങനെ കത്തി, അയാൾ അതിലിരുന്ന് വെന്തു മരിച്ചു. എന്നാലില്ല. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും രക്ഷപ്പെട്ടു പോരുന്നില്ലേ? ഇൻകുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിദ്, എല്ലാ ആത്മാവിനും ഒരു ഹാഫിദ് ഉണ്ട്, സംരക്ഷകനുണ്ട്, അത് അള്ളാണ്. അപ്പൊ എല്ലാ ദിവസവും നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അള്ളാഹുവിനെ വിട്ടിട്ട് നമ്മൾ ഭാവിയിൽ വരാനിരിക്കുന്ന ഒരുപാട് വിപത്തുകളെ കുറിച്ച് ആലോചിച്ച് ഇപ്പൊ തന്നെ നമ്മൾ ടെൻഷൻ അടിക്കരുത്. ഇതാണ് അള്ളാഹ് പറയുന്നത്. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ അള്ളാഹുവിലാണ് വരമേൽപ്പിക്കുക. അതിന് പറയണം യാ അയ്യുഹല്ലദീന ആമനൂ. വേറൊരു വിഷയം പറയണം കേട്ടോ, വിശ്വാസികളെ, ഇദാ ഖീല ലക്കും, നിങ്ങളോട് പറയപ്പെട്ടാൽ, തഫസ്സഹു ഫിൽ മജാലിസ്, നിങ്ങൾ ഇരിപ്പിടങ്ങളില് വിശാലത കാണിക്കണം. ഫസാഹത്ത് എന്ന് പറഞ്ഞാല് വിശാലത. അത് 2-3 പേര് ഇരിക്കുകയാണ്, ആ ഇരിക്കുന്നിടത്തേക്ക് ഒരു 4ാമത് 5ാമത് കുറച്ച് ആളുകൾ വന്നു. അങ്ങനെ വരുമ്പോ അവിടെ നിങ്ങൾ ഇത്തിരി വിശാലത ഉണ്ടാക്കണം എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ, ഫഫ്സഹു, നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് സൗകര്യം ചെയ്തു കൊടുക്കണം. ഫഫ്സഹു, നിങ്ങൾ വിശാലത ചെയ്തു കൊടുക്കണം. എങ്കിൽ യഫ്സഹില്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്യും? വിശാലത തരും. നിങ്ങളുടെ കാര്യങ്ങളിൽ അള്ളാഹു വിശാലത തരും. വൈദാ ഖീല അൻഷുസു, ഇനി നിങ്ങളോട് എഴുന്നേറ്റ് പോണം, പിരിഞ്ഞു പോണം എന്നാവശ്യപ്പെട്ടാൽ, ഫൻഷുസു, നിങ്ങളപ്പോ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് പിരിഞ്ഞു പോകണം. സദസ്സിന്റെ മര്യാദ പറയണം. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും, അള്ളാഹു നിങ്ങളിൽ നിന്ന് വിശ്വസിച്ച ആളുകൾക്കും, വല്ലദീന ഊത്തുൽ ഇൽമ, വിജ്ഞാനം നൽകപ്പെട്ട ആളുകൾക്കും അള്ളാഹു അവർക്ക് ഉയർത്തിക്കൊടുക്കും. ദറജാത്ത്, അവരുടെ പദവികൾ അള്ളാഹു ഉയർത്തിക്കൊടുക്കും. ദറജാത്ത് ഗ്രേഡ് ഒരുപാട് ഉയർത്തിക്കൊടുക്കും. അല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഖബീറാണ്, സൂക്ഷ്മമായിട്ട് അറിയുന്നവരാണ്. ഇതെന്താന്ന് വെച്ചാല് ഒരു സഭാ മര്യാദ പഠിപ്പിക്കണം. എന്താ സഭാ മര്യാദ? നമ്മൾ കുറച്ചുപേര് ഇരിക്കുകയാണ്, എല്ലാവരും സീറ്റിലിരുന്നു. പക്ഷെ ആ സദസ്സിലേക്ക് കുറച്ച് ആളുകൾ പുതുതായിട്ട് വന്നു. ഇപ്പൊ എന്ത് ചെയ്യണം? വന്ന ആൾ ഇത്തിരി പദവിയുള്ള ആളാണെങ്കിൽ അയാൾ മറ്റൊരാൾ പറയണ എഴുന്നേക്കടാന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിരിക്കാമോ? പറ്റൂല. ഇവിടെ ഹദീസ് ഉണ്ട്, ഒരിക്കലും നിങ്ങൾ നിങ്ങളിൽ ഒരാൾ വേറൊരാളെ അവന്റെ സ്ഥാനത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ പിന്നെ നിങ്ങൾ പോയിരിക്കരുത്. മറിച്ച് എന്താ വേണ്ടത്? ഒരാൾക്ക് ഇരിക്കാൻ പറ്റിയ കസേരണി 2 ആൾ ചേർന്നിരിക്കുക, കുറച്ച് വിശാലത ഉണ്ടായിക്കൊടുക്കുക. ഇപ്പൊ ഈ സോഫ ആയിരിക്കും പലപ്പോഴും, അല്ലെങ്കിൽ മജ്ലിസ് ആയിരിക്കും, മജ്ലിസിലെ സെറ്റി ആയിരിക്കും. അപ്പൊ അവിടെ ഇത്തിരി വിശാലത ഉണ്ടാക്കുക. അല്ലാതെ ഒരാളെ എഴുന്നേൽപ്പിച്ചിട്ട് അവൻ ഇത്തിരി പദവിയിൽ താഴെ, കുടുംബത്തിൽ താഴെ, പേരിൽ താഴെ, അല്ലെങ്കിൽ അവൻ കറുത്തവൻ ഇവൻ വെളുത്തവൻ, മറ്റവൻ ഇത്തിരി പണക്കാരൻ ഇവൻ പാവപ്പെട്ടവൻ, ഇങ്ങനെയൊന്നുമില്ല ഇസ്ലാമില്. വിശ്വാസികളൊക്കെ ഏകോദര സഹോദരങ്ങളാണ്. ഒരു സദസ്സില് നിങ്ങൾ കുറച്ചുപേര്, ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ബാധകമാണ്. പെണ്ണുങ്ങളുടെ സദസ്സിൽ പെണ്ണുങ്ങൾക്കും ആണുങ്ങളുടെ സദസ്സിൽ ആണുങ്ങൾക്കും അങ്ങനെയേ ഇരുത്താവുള്ളൂ. പിന്നെ ഒരു സദസ്സിന്റെ സമയം കഴിഞ്ഞാല് പിരിഞ്ഞു പോകാൻ പറഞ്ഞാൽ പിന്നെ അവിടെ കൂടുതലിരിക്കരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആളുകൾ വന്നിട്ട് കുറെ നേരം ഇരുന്ന് വർത്താനം പറയും. കാരണം അവരെ കുറ്റപ്പെടുത്ത
വിചാരിച്ചെന്താ, അതൊരു പുണ്യമുള്ള കാര്യമാണ്. റസൂലിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയല് ഒരു പുണ്യമുള്ള കാര്യം ധരിച്ചിട്ട് അവർ കുറെ നേരം ഇരുന്ന് വർത്താനം പറയും. പക്ഷെ അത് റസൂലിന് വേറെ കാര്യങ്ങളുണ്ടല്ലോ, വീടുണ്ട്, ഭാര്യമാരുണ്ട്, കുടുംബത്തിലെ കാര്യങ്ങളുണ്ട്, അള്ളാഹു തന്നെ ഏൽപ്പിച്ച പ്രത്യേക ദൗത്യമുണ്ട്. അപ്പോ ഇങ്ങനെ നിങ്ങൾ ഇരിക്കരുത്. ഒരു സദസ്സിന്റെ അവസാനമായി എന്ന് സൂചന കിട്ടിയാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പിരിഞ്ഞു പോണം, അവിടെ തന്നെ ഇരിക്കരുത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അള്ളാഹുന്റെ റസൂലിന്റെ നേരെ കുറെ ഇങ്ങനെ ഇരിക്കലാണ് പദവി കിട്ടാൻ നല്ലത്? അതല്ല പദവി. മറിച്ച് യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദർജ, വിശ്വാസികൾക്കും ഊതുൽ ഇൽമ് വിജ്ഞാനം നൽകപ്പെട്ടവർക്കുമൊക്കെ അള്ളാഹു പദവി നൽകും. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് മതി പദവിക്ക്. റസൂലിന്റെ സദസ്സിൽ ഇങ്ങനെ കുറെ നേരം ഇരിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. ഇതാണ് പറയുന്നത്. അള്ളാഹു ബിമാതാണ്. നമസ്കാരത്തിൽ ഇതല്ലേ കാണിക്കുന്നത് ശരിക്ക്? നമസ്കാരത്തിലും അത് തന്നെയാണ്. നമ്മളിപ്പോ അണി നിർത്തുമ്പോ സഫായിട്ട് നിർത്തുമ്പോ സഫില് നമ്മള് കുറച്ചുകൂടി അതന്നെ. ഒരിക്കലും ജുമക്കൊക്കെ ഇരിക്കുമ്പോ കാണാൻ ചില ആളുകൾ എല്ലാവരും ചാടി കടന്നിട്ട് പോയി മുന്നിൽ നിൽക്കുക, എന്നിട്ട് കുറച്ചു പേരെ മാറ്റി നിർത്താം. അതൊന്നും പറ്റില്ല. ആദ്യം വരുന്നവർ ആദ്യം ഇരിക്കാം, അങ്ങനെ ചെയ്യണോട്ടോ. ആദ്യം വരുന്നവർ ആദ്യം ഇരിക്കണം, അവർ പോയിട്ട് പിന്നിലിരിക്കരുത്. അപ്പോഴാണ് പിന്നെ ആളുകൾക്ക് ചാടി കിടക്കേണ്ടി വരിക. നമ്മൾ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് ഓരോരുത്തരും ഓരോ സ്ഥലം പിടിക്കും. ചിലപ്പോ ചുമരിൽ ചാരിയിരിക്കും, വേറെ ചില തൂണിൽ ചാരിയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ ആയ ഒരു സ്ഥലത്ത് പോയിരിക്കും. അങ്ങനെയല്ല ഇരിക്കേണ്ട. നമ്മളൊരു പള്ളിയിലോ ഒരു സദസ്സിലൊക്കെ പോകുമ്പോൾ അതിന് മര്യാദ അനുസരിച്ചിരിക്കുക. പള്ളിയിലാണെങ്കിൽ പ്രത്യേകിച്ച് ഏറ്റവും ഒന്നാമത്തെ സഫിൽ ആളുകൾ ഇരിക്കുക. അങ്ങനെ ഇരുന്നിരുന്നിട്ടാണ് പോരേണ്ടത്. അതേസമയം ഇനി കുറച്ചുപേര് നേരത്തെ പോയി ഇരുന്ന സ്ഥലത്ത് വേറെ ആൾ പോയി ചാടിക്കിടന്ന ആളുകളെ മറികടന്ന് അവിടുന്ന് എഴുന്നേപ്പിച്ച് അങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല. എത്ര ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കണമെന്ന് നോക്കുക.